ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമപ്പോ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ
നീയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ നീയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം നാം വായിക്കുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ക്രൈസ്തവ ഗോളത്തിലെ അനേകർക്കും അറിയാം സ്വർഗരാജ്യം എന്തെന്നും നരകമെന്തെന്നുമെല്ലാം പലരും കേട്ടിട്ടുണ്ടാവും. ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ വളരെ ശ്ലാഘനീയമാണ്. എന്നാൽ പലർക്കും ദൈവരാജ്യത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലും അനേകർക്ക് അറിവുണ്ട്, എന്നാൽ ആ അറിവ് നമ്മെ ദൈവരാജ്യത്തിൽ എത്തിക്കുമോ? ദൈവരാജ്യം എങ്ങനെയുള്ളതാണ്? ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ രാജ്യത്തിലേക്ക് ആർക്ക് കടക്കാനാകും? ആ രാജ്യത്തിൻ്റെ നിയമം എന്താണ്? ഇത്യാദി ക്രൈസ്തവ ഗോളത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില ചോദ്യങ്ങൾ, ചില ചിന്താധാരകൾ, അതിനെക്കുറിച്ച് മനുഷ്യർ പലരും അജ്ഞരാണ്. എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതെന്നോ ആ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നും മുഖ്യധാര ക്രൈസ്തവർക്ക് ഒരിക്കലും പിടികിട്ടുന്നില്ല. എന്നാൽ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യത്തിൽ കടക്കുവാനുള്ള വഴിയും ആ രാജ്യത്തിൻ്റെ ഗേറ്റുമാണ്. എങ്ങനെയാണ് ആ ഗേറ്റ് എന്ന് നമുക്ക് നോക്കാം. ആ രാജ്യത്തിലേക്കുള്ള വഴി ഏതാണ്? ആ രാജ്യത്തിലേക്കുള്ള ഗേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യമായി നാം കാണേണ്ടത്. നമുക്ക് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. 2 വഴികളെക്കുറിച്ചും 2 വാതിലുകളെക്കുറിച്ചുമാണ് നാം വായിച്ചു കേട്ടത്. എൻ്റർ ബൈ നാരോ ഗേറ്റ്. ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ വളരെ ഇടുക്കവും വളരെ മുള്ളുകൾ നിറഞ്ഞതുമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് ഇടുക്കമുള്ളൊരു വാതിലിലൂടെ കടന്നു പോകണം എന്നാണ് നാം വായിച്ചു കേട്ടത്. അത് മുള്ളുകൾ നിറഞ്ഞ പാതയാണ്, വളരെ ദുസ്സഹമായ ഒരു പാതയാണ്. ആത്മീയ വഴി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ വഴിയല്ല. അതിൽ പലതരത്തിലുള്ള വിഘ്നങ്ങൾ നേരിടാം. ദൈവജനത്തിന് പല വിഘ്നങ്ങളും നേരിടാം. ഈ സിയോൻ യാത്രയിലേക്കുള്ള ഈ യാത്രയിൽ, ഈ ഭൂലോക ജീവിതത്തിൽ അവന് തടസ്സങ്ങൾ നേരിടാം. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു വഴിയെക്കുറിച്ച് നാം വായിച്ചു കേട്ടു. വളരെ വിശാലമായതും എല്ലാ ജനങ്ങളും ആഗ്രഹിക്കത്തക്കതും ഈ ലോകത്തിലെ സകല സൗഭാഗ്യങ്ങളും അനുവദിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴി വളരെ വിശാലമായ വഴിയാണ്. എന്നാൽ ആ വഴി ചെന്നെത്തുന്നത് നാശത്തിലേക്കാണ്, മരണത്തിലേക്കാണ്. പാതാളം മരണത്തെ കാണിക്കുന്നുവെങ്കിൽ സ്വർഗം ജീവനെ കാണിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി മുള്ളു നിറഞ്ഞ പാതയാണ്. ഒരു ക്രൈസ്തവ ക്രിസ്തു ഭക്തൻ അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ: കർത്താവേ, ഈ മുള്ളു നിറഞ്ഞ പാതയിലൂടെ ഞാൻ മുന്നോട്ട് വരികയാണല്ലോ കർത്താവേ, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ എത്തുവാനായിട്ട്, ഒരു കാൽ വച്ചു പോകുവാനായിട്ട് എന്നെ ഒന്ന് അനുവദിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന. ഈ ലോകത്തിൻ്റെ വലിയ മോഹങ്ങളും പുളകങ്ങളും വന്ന് നമ്മെ മാടി വിളിച്ചുകൊണ്ട്, വിശാലമായൊരു വഴി ഉണ്ടെന്ന് നമ്മെ മാടി വിളിച്ചുകൊണ്ട്, ആ വിശാല വഴിയിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് ഈ ലോകം മുന്നിൽ നിൽക്കും. എന്നാൽ ഒരു ക്രിസ്തുഭക്തന്, ദൈവരാജ്യം ലാക്കാക്കി പോകുന്ന ഒരു ക്രിസ്തുഭക്തന്
ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ ഈ മുള്ളു നിറഞ്ഞ പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ട് അവന് അത്യന്താപേക്ഷിതമാണ്. ഏതായിരിക്കും ആ വഴി? ആ വഴി എന്ന് പറയുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വഴിയാണ്. ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ടുണ്ടാക്കിയ വഴി. ആ വഴിയിലൂടെ പോകുന്നവർക്കാണ് ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുന്നത്. ആ വഴിയിലൂടെ പോകുന്നവർക്കാണ് ഇളകാത്തതായ ഒരു രാജ്യം കിട്ടുന്നത്. എന്നാൽ നാം വായിച്ചു കേട്ട രണ്ടാമത്തെ വഴി അത് ദുസ്സഹമായ വഴി തന്നെയാണ്. ആ വഴിയിലൂടെ പോകുമ്പോൾ ഈ ലോകത്തിലെ ചില സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കടക്കുകയില്ല. കാരണം അത് അശുദ്ധന്മാരുടെ വഴിയാണ്. ദൈവരാജ്യത്തിൽ കടക്കുന്നത് വിശുദ്ധിയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള വഴിയാണ്. ദൈവരാജ്യത്തിൽ കടക്കുന്നത് വിശുദ്ധന്മാരാണ്. ഒരശുദ്ധനും അതിൽ കൂടി കടക്കുകയില്ല. യെശയ്യാപ്രവചനം 35-ാം അധ്യായം 8-ാം വാക്യത്തിലെ പ്രകാരം എഴുതിയിട്ടുണ്ട്, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിലൂടെ വിശുദ്ധന്മാർ മാത്രം കിടക്കും, ഒരു അശുദ്ധനും അതിലൂടെ കടന്നു പോവുകയില്ല എന്ന് നാം ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരായിരിക്കാം ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടത്? ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് അവിടെ ഒന്നാമതായി നാം കണ്ടത്. വിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെടുന്ന ഒരു ഉദ്യാനമാണത്. വിശുദ്ധന്മാർ മാത്രമാണ് ഈ ഇളകാത്ത രാജ്യത്തിലേക്ക് കടന്നു പോകുന്നത്. രണ്ടാമതായി ആര് കടക്കും? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവരുടേതാണെന്ന്, അവർക്കാണ് ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുന്നതെന്ന്. സഹോദരങ്ങളെ, എന്താണ് ഈ ആത്മാവിൻ്റെ ദാരിദ്ര്യമെന്ന് പറയുന്നത്? ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത്. ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ്. കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം മുഖേന എനിക്ക് ഇളകാത്ത രാജ്യത്തിലേക്ക് കടക്കുവാൻ പറ്റുകയില്ല. എന്നാൽ കർത്താവെ, നിൻ്റെ നീതീകരിക്കുന്ന രക്തം കൊണ്ട് മാത്രമേ, നിൻ്റെ നീതീകരണത്തിലൂടെ മാത്രമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതീകരണത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റൂ എന്നുള്ള ആ സുബോധം കിട്ടുന്നതിനെയാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആത്മാവ് വചനത്തിന് വേണ്ടി ദാഹിക്കുന്നു, ആത്മാവ് യേശുക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുന്നു, ആത്മാവ് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നു. അതിനെയാണ് ആത്മാവിൻ്റെ ദാഹം. പ്രകാരമുള്ള ആത്മാവിൻ്റെ ദാഹമുള്ളവർക്കാണ് ഇളകാത്ത രാജ്യത്തിലേക്ക് കടക്കേണ്ടി വരുന്നത്. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക, എന്നാൽ ദൈവരാജ്യം അങ്ങനെയുള്ളവർക്കിടെന്നാണ്. എന്താണ് ശിശുക്കളുടെ പ്രത്യേകത? ശിശുവിന് നൈർമല്യമുണ്ട്, ശിശുവിന് പാപമില്ല, ശിശുവിന് ഒരു മൃദുത്വമുണ്ട്, ശിശുവിൻ്റെ സമീപനം മൃദുത്വമായിരിക്കും. ഇങ്ങനെയുള്ള ഒരാൾക്കേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും ചിന്തിക്കുകയായിരുന്നു. ശിശുവിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ശിശു മറ്റാരോടും തർക്കുത്തരം പറയുകയില്ല. ഒരു വലിയ ഒരു ആളോട് ഒരു ശിശു ഒരിക്കലും തർക്കുത്തരം പറയുകയില്ല. ഒരു ചോദ്യം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. ദൈവമക്കളായ നാം ഓരോരുത്തരും അങ്ങനെയായിരിക്കണം. ഒരു ചോദ്യം നമുക്കുണ്ടാവരുത്. കരയാൻ മാത്രമേ ശിശുവിനറിയുള്ളൂ. എന്തെങ്കിലും കാതലായ ഒരു കാര്യം ചോദിച്ചാൽ കൊച്ചുകുട്ടിയിരുന്ന് കരയുന്നത് കാണാറില്ലേ? അവന് കരച്ചിൽ മാത്രമേ ആദ്യം വരികയുള്ളൂ. കാതലായ ഭാഗത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി തപ്പിക്കഴിയുമ്പോൾ അവന് കരച്ചിലേ വരികയുള്ളൂ. ദൈവമക്കൾ കരയുന്നവരാവണം. ഈ ലോകത്തിലെ എല്ലാ ഉത്തരവും പറയുവാൻ ദൈവമക്കൾക്ക് സാധിക്കുകയില്ല. കാരണം ക്രിസ്തുവിനെ നോക്കി പോകുന്ന ദൈവവൈതലിന് മറ്റുത്തരങ്ങളും ഒന്നുമില്ല. കരച്ചിൽ മാത്രമേ ഉള്ളൂ. കരച്ചിലും വിലാപവും കണ്ണുനീരും മാത്രം. കണ്ണുനീര് കൊണ്ട് കട്ടിലിനെ നനയ്ക്കുന്ന ദൈവമക്കൾ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായി കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ഇനിയും അനേകമായ കാര്യങ്ങളുണ്ട് ദൈവരാജ്യത്തിൽ കടക്കുന്നവരെക്കുറിച്ചുള്ളത്. നമ്മുടെ ആപ്തവാക്യം തന്നെ അറിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നതെന്ന്. പിതാവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയാണ്. ഒരു മനുഷ്യൻ വിശുദ്ധനായി തീരുക, ശുദ്ധീകരണം പ്രാപിക്കുക, എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ എന്ന്. ഇതെല്ലാം അനേകമായ കാര്യങ്ങളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ഇളകാത്ത രാജ്യത്തിൽ, അൺഷേക്കബിൾ കിങ്ഡത്തിൽ നാം കടക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അൺഷേക്കബിളായിട്ടുള്ള സ്പിരിച്വാലിറ്റി നമുക്ക് വേണം. ഇളകാത്ത രാജ്യത്തിൽ നാം കടക്കണമെങ്കിൽ ഇളക്കമുള്ളതായ ഒരു ആത്മീയം പോരാ. ഇളകാത്ത ഒരു ആത്മീയത്തിൻ്റെ ഉടമകളായി നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ചാഞ്ചാട്ടമുള്ള ഒരു വ്യക്തിയായിട്ടല്ല നാം ജീവിക്കേണ്ടത്. ഹൃദയത്തിന് ഇളക്കമുള്ള വ്യക്തിയായിട്ടല്ല നാം ജീവിക്കേണ്ടത്. പാപത്തിലേക്ക് ഊളിയിട്ട് നോക്കുന്ന, പാപത്തിലേക്ക് ചാഞ്ചാടിപ്പോകുന്ന ഒരു വ്യക്തിയായിട്ടല്ല നാം ജീവിക്കേണ്ടത്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ട് ഒരാത്മീയ ജീവിതം നാം ഈ ഭൂമിയിൽ കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. തിരുവചനത്തിലെ ഒരു കഥാപാത്രമുണ്ട്, സമർപ്പണത്തിന് വേണ്ടി ജീവിച്ച ശിംശോൻ. ശിംശോൻ ദാൻ ഗോത്രത്തിൽ പിറന്നവനായിരുന്നു. അന്ന് ഗോത്രപിതാവായ യാക്കോബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാൻ വഴിയിലൊരു പാമ്പാണെന്ന് പറഞ്ഞു.
മറ്റുള്ളവരുടെ നന്മയെ മുടക്കിക്കൊണ്ട് താൻ വഴിയിൽ നിൽക്കുന്ന ഒരു പാമ്പാണെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 17 വാക്യത്തിലാണെന്ന് പറഞ്ഞത്. എന്നാൽ 49 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ ഇപ്രകാരം ദാനിനെക്കുറിച്ച് പോലും അവിടെ ഒരു വാക്തത്വമുണ്ടായിരുന്നു. ദാൻ ഏതൊരു ഇസ്രായേല്യ ഗോത്രങ്ങളെപ്പോലെയും സ്വജനത്തിന് ന്യായപാലനം ചെയ്യുമെന്നൊരു വാക്തത്വമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദാൻ ഗോത്രത്തിൽ നിന്ന് തന്നെ മനോഹയുടെ പുത്രനായ ശിംശോനെ ദൈവം തിരഞ്ഞെടുത്തു. ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുവാനായി തിരഞ്ഞെടുത്തു. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടിയിച്ചിരുന്നില്ല. അവൻ നാസീർ വധസ്ഥനായിരുന്നു. സമർപ്പണത്തിൽ വേരൂന്നിയ ജീവിതമായിരുന്നു ശിംശോൻ്റേത്. അവൻ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് ചെയ്തു കൊടുക്കുമായിരുന്നു. ഒരിക്കൽ ഏതാംപാറയുടെ ഗഹുരത്തിൽ വെച്ച് 1000 ഫെലിസ്ത്യരെ ഒരു കഴുതത്താടി എല്ലുകൊണ്ട് അവൻ സംഹരിച്ചു. അതിനുശേഷം അവന് വലിയ ദാഹം വന്നു. അവൻ ദൈവത്തോടൊരിറ്റ് വെള്ളത്തിനായി കേണു. ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കിയവന് വെള്ളം കൊടുത്തു. എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. മഹാശക്തിയുള്ളവനായിരുന്നു ശിംശോൻ. സ്വർഗരാജ്യം ലാക്കാക്കി പോകുന്ന ജനത്തെ നയിക്കുവാൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. ജനത്തെ ഉദ്ധാരണം ചെയ്ത് എടുത്തുകൊണ്ട് ന്യായപാലനം ചെയ്ത് കൊണ്ടുപോകാൻ നടത്തുവാനായി യോഗ്യതയുള്ള ഒരു പുരുഷനായിരുന്നു ശിംശോൻ. എന്നാൽ സഹോദരങ്ങളെ, സോരക് താഴ്വരയിലേക്ക് അവൻ ഇറങ്ങിപ്പോകേണ്ടി വന്നു. ജീവിതത്തിലെ സോരക് താഴ്വരയിലേക്ക് അവൻ ഇറങ്ങിപ്പോകേണ്ടി വന്നു. സോരക് താഴ്വരയിലെ ദലീലായുടെ ബടിയിൽ അവൻ കിടക്കേണ്ടി വന്നു. എന്തുണ്ടായി? ആത്മാവിൽ അവൻ വീണുപോയി. ആത്മാവിൽ അവൻ തകർന്നുപോയി. സഹോദരങ്ങളെ, ഈ പ്രയാണത്തിൽ, ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ, ഇളകാത്ത രാജ്യത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് ചിന്തിക്കുവാനേറെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് സോരക് താഴ്വര വന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ചാഞ്ചാട്ടമുള്ള ഒരാത്മീയം വന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഒരു ജീവിതം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നാം തിരിഞ്ഞ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം എക്സവേറ്റ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. നാം ആഴെ കുഴിച്ച് ചെല്ലേണ്ടിയിരിക്കുന്നു. ആഴെ കുഴിച്ച് ചെല്ലുമ്പോഴാണ് സഹോദരങ്ങളെ പാറമേൽ അടിസ്ഥാനമിടുന്നത്. പാറമേലേക്ക് അടിസ്ഥാനമിടണം. ക്രിസ്തു എന്ന പാറയിലേക്ക് അടിസ്ഥാനമിടണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നിന്ന് പരിശോധിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു? എൻ്റെ ഓരോ കാലങ്ങളിലും ഓരോ പ്രായത്തിലും ഞാൻ ചെയ്തു കൂട്ടിയത് എന്തെല്ലാമാണെന്ന് ഞാൻ ചിന്തിക്കണം. കർത്താവേ, സോരക് താഴ്വരയുടെ അനുഭവം എനിക്ക് വന്നിട്ടുണ്ടോ? ആത്മാവിൽ വീണുപോകും സഹോദരങ്ങളെ. എന്നാൽ അന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ച് അവനെ തൂണിൽ പിടിച്ചു കെട്ടിയിരിക്കുകയായിരുന്നു. അവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവസാനമായി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഒരു പ്രാവശ്യം എൻ്റെ മേൽ നിന്റെ ശക്തിയെ പകരണമേ എന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂണിൽ കെട്ടിയിരിക്കുന്ന ശിംശോൻ പ്രാർത്ഥിക്കുകയാണ്. എന്നുണ്ടായി സഹോദരങ്ങളെ? അവന് ഒരിക്കൽ കൂടി ദൈവം ഒരു മഹാശക്തി കൊടുക്കുകയാണ്. അന്ന് ആ തൂണ് ഉരുട്ടിച്ചാടിച്ചുകൊണ്ട് ആ ക്ഷേത്രം കുലുക്കി വീഴ്ത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ സംഹരിച്ചു എന്നതിലുപരിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം കൂടി നടന്നു. അന്ന് പിതാവാൻ ദൈവം കൊടുത്ത ശക്തിക്കൊപ്പം തന്നെ അവൻ ആത്മാവിൻ്റെ ശക്തി കൂടിയാണ് കൊടുത്തത്. ആത്മാവിൻ്റെ ശക്തി കൂടി അവന് കൊടുക്കുകയായിരുന്നു. അത് നമുക്ക് മനസ്സിലാകണമെങ്കിലാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 32, 33 വാക്യത്തിലൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വാഗ്ദത്തം പ്രാപിച്ചു, ഇളകാത്ത രാജ്യത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ശിംശോനും ഉൾപ്പെടുത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. എങ്ങനെയാണ്? ഇളകാത്ത രാജ്യത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ ചാഞ്ചാട്ടം സംഭവിച്ചു പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുവരുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇളകാത്ത രാജ്യത്തിലേക്ക് നമ്മെ കടത്തിവിടണമെങ്കിൽ ടിക്കറ്റുമായി ഒരുത്തൻ വന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ ആർക്കും ഒരു ദൈവ പൈതലിനും ഇളകാത്ത രാജ്യത്തിലേക്ക് നമുക്ക് ടിക്കറ്റ് തരാൻ പറ്റുകയില്ല. ഈ ലോകത്തിലെ ഏതെല്ലാം മഹാവിശുദ്ധന്മാർ വിചാരിച്ചാലും ഇളകാത്ത രാജ്യത്തിലേക്ക് ടിക്കറ്റ് തരാൻ പറ്റുകയില്ല. ടിക്കറ്റുള്ളവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ദൈവരാജ്യത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തുവാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ യേശുക്രിസ്തുവിന് മുമ്പാകെ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കി വയ്ക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അരുതായ്മകളെല്ലാം സംഭവിച്ചുവല്ലോ കർത്താവേ. ഇളകാത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തം എന്നെ കഴുകണമേ എന്ന് നാം പ്രാർത്ഥിക്കാം. ഇളകാത്ത രാജ്യത്തിൻ്റെ അവസ്ഥ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയുമ്പോൾ വിഘ്നങ്ങൾ ധാരാളമുണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായ്ക്ക് പോലും ഇതുപോലെയുള്ള വിഘ്നം നേരിട്ടു എന്ന് അദ്ദേഹം സ്വന്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, റോമർക്കെഴുതിയ ലേഖനം 7 അധ്യായത്തിലാണതുള്ളത്. ഈ പാപപ്രമാണത്തിന് ബന്ധപ്പെടുന്ന ഒരു പ്രമാണം എന്നിൽ ഉണ്ടായെന്ന് അദ്ദേഹം പറയുകയാണ്. നന്മ ചെയ്യുവാൻ എനിക്ക് ഇച്ഛയുണ്ട്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുവെന്ന്.
സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം പരിശോധിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം പരിശോധിക്കുക. നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ജഡം ബലഹീനമായതിനാൽ തിന്മ പ്രവൃത്തികളിലേക്ക് പോകുന്നു. തിന്മ പ്രവൃത്തി എന്നൊരു പാപപ്രമാണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിലുള്ളതായി അപ്പോസ്തലൻ പറയുകയാണ്. എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പാപപ്രമാണം എന്നിൽ കാണുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതെൻ്റെ അവയവങ്ങളിൽ വാഴുന്നു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതുകൊണ്ട് ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് പറയുന്നു. ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള അരിഷ്ടതയുണ്ട്. ദൈവരാജ്യത്തിലേക്ക് എനിക്ക് കടന്നു പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ഇളകാത്ത രാജ്യം നോക്കി പോകുമ്പോൾ ബുദ്ധിയുടെ പ്രമാണങ്ങളെല്ലാം കടന്നു വരും സഹോദരങ്ങളെ. ബുദ്ധിയുടെ പ്രമാണങ്ങളെല്ലാം മാറ്റിവെക്കണം. പാപത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം കടന്നു വരും. യേശുക്രിസ്തുവിൻ്റെ പ്രമാണവുമായി ഏറ്റുമുട്ടുവാനായി പാപം കടന്നു വരും. പാപം വാതിക്കൽ നിൽക്കുകയാണ്. കാരണം അതിൻ്റെ ആഗ്രഹം നമ്മോടാണല്ലോ. അതുകൊണ്ട് പാപത്തെ നാം ജയിക്കേണ്ടിയിരിക്കുന്നു. ഇളകാത്ത രാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ നാം പാപത്തെ ജയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പാപമില്ലാത്തവനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. പാപത്തിൻ്റെ ജഡത്തിൽ അവന് പ്രായശ്ചിത്തം നടത്തേണ്ടി വന്നു. അതുകൊണ്ട് നമ്മെ പാപപ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തു വിടുവിച്ചെടുത്തു. സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നുവെങ്കിലും, എൻ്റെ പാപങ്ങൾ അവൻ ഏറ്റില്ലായിരുന്നുവെങ്കിലും, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുകയില്ല. കാരണം ഞാൻ പഠിച്ചു വരുത്തുന്ന ആത്മീയം ഈ ഭൂമിയിലെ എന്തെങ്കിലുമൊക്കെ കാഴ്ചവെച്ചുകൊണ്ടും ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ രീതികൾ കൊണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ചില പരിപാടികൾ കൊണ്ടുമെല്ലാം ദൈവരാജ്യത്തിൽ കടക്കും, എല്ലാവരും കടക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് വന്നപ്പോഴാണ്, വചനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഈ ലോകം കൊണ്ടോ എൻ്റെ ഈ ലോകത്തിൻ്റെ ഇളകിപ്പോകുന്ന ചാഞ്ചാട്ടം കൊണ്ടോ ഞാനൊരു ചാഞ്ചാട്ടക്കാരനായ ഒരു ആത്മീയ വ്യക്തിയായിരുന്നു. ഈ ഇളക്കമുള്ള ആത്മീയത്തിൻ്റെ ഉടമയായിരുന്നു. എൻ്റെ ഇളക്കമുള്ള ആത്മീയം കൊണ്ടോ ചാഞ്ചാടപ്പെടുന്ന വ്യക്തികൾ കൊണ്ടോ ഒരിക്കലും എനിക്ക് ആ ദൈവരാജ്യത്തിലേക്ക്, ഇളക്കമില്ലാത്ത ദൈവരാജ്യത്തിലേക്ക്, അൺഷേക്കബിൾ കിങ്ഡത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റുക ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിനെക്കുറിച്ച് പരീശന്മാർ ഒരിക്കൽ ചോദിച്ചു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20ഉം 21ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവൻ ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. എന്താണ് പറഞ്ഞത്? മനുഷ്യ ഹൃദയങ്ങളിൽ തന്നെ ദൈവരാജ്യം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്മേൽ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ വരണമെന്നാണ് പറയുന്നത്. പാപം വിട്ടൊരിഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവരാജ്യം സ്ഥാപിതമാകുമെന്നാണ് പറഞ്ഞത്. പാപത്തെ താലോലിക്കാത്തൊരു ജീവിതത്തിൽ ദൈവരാജ്യം സ്ഥാപിതമാകുമെന്നാണ് പറഞ്ഞത്. അത് സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലൂടെയാണ് നടക്കുന്നതെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ ആ സ്നേഹം വന്നു കഴിയുമ്പോൾ ആ സ്നേഹ സാമ്രാജ്യത്തിലായി മാറും നമ്മൾ. ദൈവരാജ്യം എന്നുള്ളത് സ്നേഹ സാമ്രാജ്യമാണ്, സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. സഹോദരങ്ങളോട് സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. കുടുംബത്ത് സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. കൂട്ടായ്മയിൽ സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. വ്യക്തി ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം സൃഷ്ടിക്കുന്നു. അതാണ് ഈ ഭൂമിയിലെ അവസ്ഥ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും സ്നേഹത്താൽ അധിഷ്ഠിതമായിരിക്കണം. സ്നേഹമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആപ്തവാക്യം. സ്നേഹത്തിലൂടെ ദൈവരാജ്യം നാം സ്ഥാപിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് അത് കർത്താവ് കാണിച്ചു തന്നു. കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ച് കാണിച്ചു തന്നു. കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ചുകൊണ്ട് പാപത്തെ വെല്ലുവിളിച്ച് കാണിച്ചു തന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് കാണിച്ചു തന്നു. പാപം ചെയ്യാതെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് യേശു തെളിയിച്ചു കഴിഞ്ഞു. യേശു നമ്മെ കാണിച്ചു തന്നു. പാപം ചെയ്യാതെയും പിശാചിൻ്റെ കൂട്ടുപിടിക്കാതെയും പിശാചിൻ്റെ സ്നേഹിതനാവാതെയും ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ സ്ഥാപിച്ചുകൊണ്ട് യേശു നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. വേറൊരവസരത്തിൽ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. എൻ്റെ രാജ്യം ഐഹികമല്ല. അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ പരിഭാഷ നാം മനസ്സിലാക്കുമ്പോഴാണ്. ബട്ട് നൗ മൈ കിങ്ഡം ഈസ് നോട്ട് ഫ്രം ഹിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് നൗ മൈ കിങ്ഡം
ഈസ് നോട്ട് ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാണ് അർത്ഥം. ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാണ് കിങ് ജോൺ വെർഷനിൽ എഴുതിയിരിക്കുന്നത്. അതായത് മറ്റൊരു സമയത്ത് ഒരു ഐഹികമായ രാജ്യം വരുന്നു എന്നാണ് അർത്ഥം. അതെപ്പോഴായിരിക്കും? കർത്താവായ യേശുക്രിസ്തു രാജാതിരാജനായി വാഴുന്ന 1000 ആണ്ട് കാലത്തെ വാഴ്ചയാണത്. അന്ന് ഒരു ഐഹിക രാജ്യത്തിൽ യേശുക്രിസ്തു രാജാതിരാജനായി വാഴുന്നു. ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നു. ആ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവം കർത്താവായ യേശുക്രിസ്തു രാജാതിരാജാവായി വാഴുന്നു എന്ന് അത് മുൻകൂട്ടി പീലാത്തോസിൻ്റെ ചോദ്യത്തിലുണ്ട്. പീലാത്തോസ് അത് ചോദിക്കുകയായിരുന്നു. എന്ത് ചോദിച്ചു? ആർ യു എ കിങ് ദെൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നീ ഒരു രാജാവ് തന്നെയല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നീ ഒരു രാജാവ് തന്നെയല്ലേ? യേശു പറഞ്ഞു, അതേ, ഞാൻ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇളകാത്തതായ ഒരു രാജ്യം വരുന്നുണ്ട്, ഇളക്കമില്ലാത്ത ഒരു രാജ്യം വരുന്നുണ്ട്. ആ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ ഇതെല്ലാമാണ്. എന്നാൽ ആ രാജ്യത്തിലേക്ക് ആര് കടന്നു ചെല്ലും? കൊരിന്ത്യർക്കെതിരെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോഴറിയാം, അന്യായം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുമെന്ന്. അന്യായം സഹിക്കുന്നവർ ഈ ഭൂമിയിൽ ദൈവത്തെ അവകാശമാക്കുമെന്ന്. സഹനം മാതൃകയാക്കുന്നവർ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ അവകാശമാക്കും. കടന്നു ചെല്ലുമ്പോൾ നിത്യതയിൽ അവന് ഇളക്കമില്ലാത്ത രാജ്യത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന്. വീണ്ടും ആരായിരിക്കും? ദൈവമക്കൾക്ക് കടന്നു ചെല്ലാൻ പറ്റും. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കുവാൻ ദൈവം വലിയൊരു സ്നേഹം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവമക്കളായി ജീവിക്കുക കഴിഞ്ഞാൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും. റോമക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 16-ഉം 17-ഉം വാക്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മനസ്സിലാകും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി നാം മാറുന്നുവെന്ന്. ഇളകാത്ത രാജ്യത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെയാണ് നാം വാഴുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ തനിയല്ല ഇരിക്കുന്നത്, യേശുവിൻ്റെ കൂട്ടവകാശികളായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അവകാശമെന്ന് നിങ്ങളെയാണ്, കൂട്ടവകാശിയാണിത്. ജോയിൻ പൊസസേഴ്സ് എന്നാണ് പറയുന്നത്. കൂട്ടവകാശികൾ. നമുക്കറിയാമല്ലോ, ഒരു സ്ഥലത്തിൻ്റെ കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. എങ്ങനെയാണ് പറയുന്നത്? എത്ര വലിയൊരു ഭാഗ്യമാണ് ദൈവമക്കളായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇളകാത്ത രാജ്യത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി തീരുന്നുവെന്ന്. യേശുക്രിസ്തുവിനോട് കൂടെ ആ സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിയും പങ്കും ലഭിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നാം എത്ര ഭാഗ്യശാലികളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസത്തിലൂതിയ ഒരു ജീവിതവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂതിയ ഒരു ജീവിതവും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റും. ഇളകാത്ത രാജ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തും. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ നാം നിത്യതയിലേക്ക് കടക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പത്രോസ് എഴുതിയിരിക്കുകയാണ്. എങ്ങനെ ചെയ്താൽ എന്താണെന്ന് അതിൻ്റെ 5, 6, 7 വാക്യങ്ങളിലുണ്ട്. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവാൻ പറഞ്ഞു. വിശ്വാസത്തിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിച്ചു. വിശ്വാസവും സ്നേഹവും തമ്മിൽ ഇന്റർകണക്റ്റ് ആയിരിക്കുകയാണ്. ഇതിലൂടെ പോയാൽ നാം ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അത് ആക്ഷരികമായ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആക്ഷരികമായി വരുന്ന ദൈവരാജ്യത്തിൽ നാം എങ്ങനെ കടക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ആത്മീയമായൊരു ദൈവരാജ്യത്തെക്കുറിച്ച് കൊലോസ്യ ലേഖനമാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളിൽ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അതെ, നമ്മെ പിതാവിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് ആക്കി വെച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച്, ക്രിസ്തു നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇപ്പോൾ ദൈവരാജ്യത്തിലാക്കി വെച്ചു എന്നാണ് പറയുന്നത്. അതായത് ആത്മീയമായി നാം ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. ആത്മീയമായി നാം ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. കൊലോസ്യ ലേഖനം അതാണ് പറയുന്നത്. ആത്മാവിൽ നാം ദൈവരാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ആത്മാവിൽ നാം കൂട്ടവകാശികളാണ്. ആത്മാവിൽ നാം മക്കളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ഇളകാത്ത രാജ്യം ആത്മാവിൽ ദൈവം തന്നിരിക്കുന്നവരാണ്. നാം അതിൻ്റെ ഉടയവരാണ്. അതുകൊണ്ട് ഈ ഇളകാത്ത രാജ്യത്തിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ, ഒരംഗമാകണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചുകൊണ്ട്, ജീവിതത്തെ കഴുകിക്കൊണ്ട്, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നീതീകരണം അനുഭവിച്ചുകൊണ്ട് ഇളകാത്ത രാജ്യത്തിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.